കമ്പനിക്കാരൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കമ്പനിക്കാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കമ്പനിക്കാരൻ സാബിൻ. നമ്മുടെ ഇന്നത്തെ യാത്ര വാഗമണ്ണിലേക്കാണ്. നമ്മുടെ കൂടെ കുറച്ച് നമ്മുടെ കമ്പനിക്കാരുമുണ്ട്. കുറേ നാളുകളായി നമ്മൾ യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടപടിയാവുന്നില്ലായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. രാവിലെ നല്ല സൂര്യോദയമൊക്കെ കണ്ടുകൊണ്ടുള്ള നല്ല അടിപൊളി യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ മലയോര മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കുന്നും മലയൊക്കെ കണ്ടുകൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല കാറ്റായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആ മരത്തിലേക്ക് നോക്കിയാൽ കാണാം, നല്ല കാറ്റാണ്. നല്ല കാറ്റില്ലേ? നമ്മൾ നേരെ കുമളയിട്ടാണ് പോകുന്നത്. കുമളയിട്ട് പോണ വഴിക്ക് കുറേ ദൂരം ഓടിച്ച് മാസ്ക് ഇട്ട ഇവിടെ വരെയൊക്കെ ആയി. പോണ വഴിക്ക് നമ്മൾ ഒരു വെള്ളച്ചാട്ടം കണ്ട് അവിടെ നിർത്തി കുറേ ദൂരം ഓടിച്ച് അടുത്തെല്ലാവരും ഈ കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ. അതെ, ഇനി ഇതിന് ഓവർടേക്ക് ആണല്ലോ. നമ്മൾ ഇതിന് ഓവർടേക്ക് ചെയ്താണ്. അങ്ങാ പോകണം, നടക്കണം. എടാ കുരങ്ങ് പിടിച്ച് കടിക്കും. അടുത്തൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. നീ ഇവിടെ വന്നിട്ടുണ്ടോ? എന്ന് പണ്ട് ചെറുപ്പത്തിലല്ലേ? ഓ, ഇവിടെ നിറച്ച് മറ്റേ മുണ്ട് ഇതൊക്കെ അയ്യപ്പന്മാര് വന്നിട്ട് നല്ല തണുപ്പുണ്ട് അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് കല്ലേലൊക്കെ തൊട്ട്, കല്ലേലൊക്കെ നല്ല തണുപ്പല്ലേ? അതെല്ലാം ഞാൻ അതിലൊന്നും തൊടാതിരിക്കണേ. ഇറങ്ങ്, കുറെ വണ്ടിയൊക്കെ ഉണ്ട്. നടത്താണ്ടാണ് ഒരു കോപ്പും പറയാനും പറ്റുന്നില്ല. അല്ലേ നിനക്ക് കാറ്റടിച്ചില്ലായിരുന്നു? കാറ്റടിച്ചിട്ട് വണ്ടി കൈയോടത്തിന് കേറണ്ടോ? ഓപ്പോസിറ്റ് കാറ്റടിച്ചിട്ട്. എടാ, അടുത്ത 6 മാസത്തില് ഏതെങ്കിലും തെണ്ടി വണ്ടി ഓടിക്കാൻ നന്നായിട്ട് പഠിക്കണം. ഞാൻ കാറെടുക്കാൻ പോടാ. മാർച്ചാകുമ്പോഴത്തേക്ക് വണ്ടി ഓടിക്കണല്ലേ? വേണ്ട, പോട്ടെ. 2 വർഷം കൊണ്ട് ഞാനൊരു വണ്ടി സ്വന്തമായിട്ട് എടുക്കാം. അല്ലേ? മദ്യപിക്കാത്തൊരു ഡ്രൈവറല്ലേ? ഏകദേശം 1 വർഷത്തിൽ ഞാനും ഡ്രൈവിംഗ് പഠിക്കും. ഞാൻ ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പ് എടുക്കാന്ന് പറഞ്ഞു. ലൈസൻസ് എനിക്കുണ്ട്. ലൈസൻസ് എനിക്കുണ്ട്. സ്വന്തമായിട്ട് ഓടിക്കാൻ വണ്ടി ആരാ പറ? അല്ല, മന്ത്രി. പുള്ളി MLA ആയിരുന്നു. പുള്ളി MLA അല്ലായിരുന്നു? MLA ആയിരുന്നു. ഇപ്പൊ മന്ത്രി. അങ്ങനെ നിയമം കൂട്ടി 20 ലൈസൻസ് ഒരു ദിവസം കൊടുത്തോളൂ. കൈ ചൂണ്ടാകണവർക്കൊക്കെ അത് സൈലൻസർ. അതെ, മറ്റേ സ്ഥാനത്ത് കൈ പൊള്ളല്ലോ. കാര്യം ഞാൻ പറഞ്ഞത് മറ്റേതേ കൊണ്ട് കൈ വെച്ചിട്ട് വീട് കുറവാണ്.
പോണ വഴിക്ക് ഓയിൽമെന്റ് ഒക്കെ മേടിക്കേണ്ടി വരൂ. നിന്ന് നടക്കുവേ എല്ലാരും നിന്ന്. പിന്നെ മാപ്പ് പിന്നെ എങ്ങനെയാ കേട്ടോണ്ട് പോനാ? വഴി ഓടിക്കുന്നതിന് എങ്ങനെ കൈ പിടിച്ചതല്ല, ഞാൻ നോക്കി ആ വോയിസ് കേട്ടാ ഞാൻ പോനെ. വളവൻ തിരുവൊക്കെ വരുമ്പോ ഞാൻ പറയും വളവൻ തിരുവാ. ഞാൻ എടാ 400 മീറ്റർ കഴിയുമ്പോൾ അടുത്ത ലെഫ്റ്റ് കേൾക്കുമ്പോഴല്ലേ നീ പറയാറ്? ഞാൻ കേൾക്കണോ? ചേട്ടനല്ലേ കേൾക്കണം? ഞാൻ കേൾക്കണം, ഞാൻ ചോദിക്കും അപ്പോഴല്ലേ നീ ഫോണിൽ നോക്കണം. അനുജ മാപ്പ് നോക്കടി. ഞാൻ നോക്കി നിങ്ങൾ അവിടെ എത്തിയത് തന്നെ. അവള് അടുത്ത് പറയ്ക്കുക. എടാ അജീഷ് നിന്നെ തണുക്കണമൊന്നുമില്ലേ? ഇതൊക്കെ എന്ത്? അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ഇവിടെ തുടരുകയാണ്. ഒരു എർട്ടിക അല്ലെങ്കിൽ വലിയ കാർ കൊണ്ടൊക്കെ പോകാൻ കൊതിയാവണം ഇതുപോലെ ഫാമിലിയായിട്ട്. പോകുന്ന വഴിക്ക് ഒരു ഫാമിലി കാറിൽ യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ നിതിൻ ചേട്ടന് ഒരു ആഗ്രഹം അതേപോലെയൊക്കെ ഒരു യാത്ര ചെയ്യണം. ഒരു കല്യാണം കഴിക്കണം, ഞാനും അവളും കുട്ടികളും. എന്ത് രസമായിരിക്കും അല്ലേ?